യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമുള്ള നാമത്തിൽ എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടെ സ്നേഹവന്ദനം അറിയിക്കുന്നു. നമ്മുടെ ആയുസ്സിനെ ദൈവം അല്പം കൂടെ ദീർഘമാക്കിയതുകൊണ്ടും നമ്മുടെ കർത്താവിൻ്റെ വരവ് അല്പം കൂടെ താമസിച്ചതുകൊണ്ടും ഈ മരുഭൂയാത്രയിൽ ഒരു വചന ശുശ്രൂഷയോടെ കേൾക്കുവാൻ നമുക്ക് ദൈവം ഒരു അവസരം കൂടെ ഒരുക്കി തന്നല്ലോ. പ്രാർത്ഥനയോടെ തുടർന്നുള്ള വചനധ്യാനം ശ്രദ്ധിക്കാം. ഇന്നത്തെ നമ്മുടെ പ്രസംഗ വിഷയം എപ്പോഴും ചെയ്യേണ്ട 7 കാര്യങ്ങൾ എന്നുള്ള വിഷയത്തെ സംബന്ധിച്ചാണ്. എപ്പോഴും ദൈവമക്കൾ ചെയ്യേണ്ട കാര്യങ്ങൾ. 71-ാം സങ്കീർത്തനം 6-ാമത്തെ വാക്യം, എൻ്റെ സ്തുതി എപ്പോഴും നിന്നെക്കുറിച്ചാകുന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. 34-ാം സങ്കീർത്തനം 1-ാം വാക്യം നാം ചിന്തിക്കുമ്പോഴും, ഞാൻ യഹോവയെ എല്ലാക്കാലത്ത് വാഴ്ത്തും, അവിടുത്തെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേൽ ഇരിക്കും എന്നത്രേ. പൗലോസ് അപ്പോസ്തലൻ എപ്പോഴും ദൈവത്തെ സ്തുതിക്കുന്നതിനെ കുറിച്ച് 1 തെസ്സലോനിക്കർ ലേഖനം 1-ാം അധ്യായം 4-ാം വാക്യത്തിൽ ഞാൻ എപ്പോഴും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു എന്ന് പൗലോസ് പറയുകയാണ്. ദൈവത്തെ എപ്പോഴും സ്തുതിക്കുന്ന, എപ്പോഴും സ്തോത്രം ചെയ്യുന്നതിൻ്റെ മനോഭാവം സങ്കീർത്തനക്കാർക്കും പൗലോസിനുമൊക്കെ ഉണ്ടായിരുന്നതായാണ് നാം വായിച്ചത്. ഇയ്യോബ് അങ്ങനെ തന്നെയുള്ള വ്യക്തിയായിരുന്നു. ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹം ദൈവത്തെ സ്തുതിക്കുന്നതായാണ് നാം കാണുന്നത്. ദാനിയേലിൻ്റെ പുസ്തകം 6-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ സിംഹത്തിൻ്റെ ഗുഹ ഒരുങ്ങിയിരിക്കുന്നു എന്നറിഞ്ഞപ്പോഴും ദാനിയേൽ ദിവസവും ചെയ്തു വരാറുള്ളത് പോലെ 3 നേരം ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്യുകയാണ്. പൗലോസും ശീലാസും അവർ കാരാഗ്രഹത്തിൽ കിടന്നപ്പോഴും അവർ എന്താണ് ചെയ്തത്? അവർ പ്രാർത്ഥിച്ചു, പാടി ദൈവത്തെ സ്തുതിക്കുകയാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, ദാവീദ് പറഞ്ഞതുപോലെ മഴക്കാലമോ വേനൽക്കാലമോ സുഖകാലമോ ദുഃഖകാലമോ നല്ല കാലമോ കെട്ടകാലമോ എന്തോ കാലഘട്ടങ്ങൾ ജീവിതത്തിൽ ഏത് അനുഭവങ്ങളിലൂടെ, ദുരിതപൂർണമായ അനുഭവങ്ങളിലൂടെയോ രോഗത്തിൻ്റെയോ കഷ്ടതയോ കടത്തിൻ്റെയോ ഞെരുക്കത്തിൻ്റെയോ വെല്ലുവിളിയുടെയോ ഏതവസ്ഥയിൽ കൂടെ കടന്നു പോയാലും നമുക്കിങ്ങനെ പറയാം, ഞാൻ എപ്പോഴും എൻ്റെ ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരിക്കും. 2-ാമത്തെ ചിന്താ വിഷയം എപ്പോഴും സന്തോഷിക്കുക എന്നുള്ളതാണ്. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 4-ാം വാക്യത്തിൽ പൗലോസ് പറയുകയാണ്, സന്തോഷിപ്പീൻ, സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും നിങ്ങളോട് പറയുന്നു എന്നാണ്. ഫിലിപ്പിയ ലേഖനത്തിൻ്റെ താക്കോൽ വാക്ക് തന്നെ സന്തോഷിപ്പീൻ എന്നാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ മക്കളെ, ആമേൻ, ദൈവത്തിൻ്റെ പൈതങ്ങളാണെങ്കിൽ ആമേൻ തൊട്ടാവാടി പോലെ വാടിപ്പോകുവാനല്ല, നിരാശപ്പെട്ടു പോകുവാനല്ല, മുഖം താഴ്ത്തി ആമേൻ ദുഃഖത്തിൻ്റെ പാനപാത്രം എപ്പോഴും പാടിക്കൊണ്ട് നടക്കുവാനുമല്ല, പക്ഷെ എപ്പോഴും സന്തോഷിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുകയാണ്. 1 തെസ്സലോനിക്ക ലേഖനം 5-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിലും എപ്പോഴും സന്തോഷിപ്പീൻ, റിജോയ്സ് എവർ മോർ എന്ന് പൗലോസ് അവിടെ പറയുകയാണ്. ആമേൻ, ദൈവത്തിൻ്റെ ആമേൻ പൈതങ്ങൾക്ക് ചെയ്യുവാൻ കഴിയുന്നൊരു കാര്യമാണ്. നാം പാട്ടുകാരൻ പാടിയതുപോലെ കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും കർത്താവിൻ കുഞ്ഞുങ്ങൾക്ക് ആനന്ദദായകം. അവർ പാട്ടുപാടുമെന്ന് നാം പറഞ്ഞതുപോലെ ആമേൻ ഏത് അനുഭവത്തിലൂടെ കടന്നുപോയാലും സ്തോത്രം, ദൈവത്തെ സ്തുതിപ്പാൻ, ദൈവത്തെ സന്തോഷിപ്പാൻ ഉള്ള മനോഭാവം ദൈവത്തിൻ്റെ പൈതങ്ങൾക്കുണ്ടാകട്ടെ. 3-ാമത്തെ ചിന്ത എപ്പോഴും പ്രാർത്ഥിക്കണം എന്നുള്ളതാണ്. ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ എപ്പോഴും പ്രാർത്ഥിക്കണം, മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം എന്നുള്ളതിന് കർത്താവ് ഒരു ഉപമ പറയുന്നതായി നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയുമില്ലാത്ത ഒരു ന്യായാധിപൻ ഉണ്ടായിരുന്നു എന്നാണ് കർത്താവ് അവിടെ പറയുന്നത്. സ്തോത്രം, ആമേൻ, ഒരു വിധവയും ഉണ്ടായിരുന്നു. ആ വിധവ എല്ലാ ദിവസവും ന്യായാധിപന്റെ അടുത്ത് വന്ന് തൻ്റെ സങ്കട ഹർജി സമർപ്പിക്കുകയാണ്. രാവിലെ വരും, ഉച്ചയ്ക്ക് വരും, വൈകിട്ട് വരും. അവൾ തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ അവൾ ഓഫീസിൽ കയറി ഇറങ്ങി കാണും. ജീവിതത്തിൽ 365 ദിവസവും അവൾ ഓഫീസിൻ്റെ പടിവാതിൽ കയറി ഇറങ്ങുകയാണ്. ആ മനുഷ്യൻ മൈൻഡ് ചെയ്യുന്ന പോലുമില്ല. പക്ഷേ ഒടുവിൽ അയാൾ തന്നെ പറയുകയാണ്, അവൻ ഞാൻ ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയുമില്ലാത്ത മനുഷ്യനാണെങ്കിൽ തന്നെയും അവളുടെ കാര്യത്തിന് ഇനി തീരുമാനം കൊടുത്തില്ലെങ്കിൽ അവൾ എൻ്റെ മുഖത്തടിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ കാര്യത്തിന് പ്രതിവിധി നടത്തി കൊടുക്കുകയാണ്. അവളുടെ പ്രതിയോഗിയിൽ നിന്ന് അവൾക്കുള്ള സൊല്യൂഷൻ നടത്തി കൊടുക്കുകയാണ്. അവൻ ദൈവം വന്നിട്ട് പറയുകയാണ്, യേശുക്രിസ്തു പറയുകയാണ്, ആമേൻ, അദ്ദേഹം പറയുന്നത് കേട്ടോ, അങ്ങനെയെങ്കിൽ ദൈവത്തോട് രാപ്പകൽ എപ്പോഴും നിലവിളിക്കുന്ന, എപ്പോഴും പ്രാർത്ഥിക്കുന്ന, ഇടവിടാതെ ദൈവസന്നിധിയിൽ സങ്കടം ബോധിപ്പിച്ച് കരയുന്ന ദൈവമക്കളുടെ കാര്യത്തിൽ ദൈവം ദീർഘക്ഷമയുള്ള ദൈവമാണെങ്കിലും അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കയില്ലയോ? രക്ഷിക്കുമെന്ന് ഞാൻ വാസ്തവമായും നിങ്ങളോട് പറയുന്നുവെന്ന് കർത്താവ് പറയുകയാണ്.
അതുകൊണ്ട് മടുത്തു പോകാതെ പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടു കൂടെ പ്രാർത്ഥിക്കാം, എപ്പോഴും പ്രാർത്ഥിക്കാം. ഏലിയാവ് 7 പ്രാവശ്യം ആമേൻ പ്രാർത്ഥിച്ചതുപോലെ ഏലീശ ബാലന്റെ മേൽ വീണ്ടും 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 കവിണ്ണു വീണതുപോലെ ഈ ദിവസങ്ങളിൽ ആമേൻ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, എപ്പോഴും പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, ആമേൻ ജനുവരിയിൽ പ്രാർത്ഥിച്ചു തുടങ്ങിയ വിഷയത്തിന് ഈ ഡിസംബർ വരെയും ഒരുപക്ഷെ ഈ വചനം കേൾക്കുന്ന ദിവസം വരെ, ഈ നിമിഷം വരെ മറുപടി കിട്ടിയിട്ടില്ല എന്ന് വന്നേക്കാം. എന്നാലും പ്രാർത്ഥന നിർത്തിക്കളയരുത് കേട്ടോ. എപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നാട്ടെ. നടക്കുന്ന നടപ്പിൽ, ഇരിക്കുന്ന ഇരിപ്പിൽ, കിടക്കുന്ന കടപ്പിൽ, ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എല്ലാ സമയത്തും നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നാട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് വാസ്തവമായും ഒരു മറുപടി ഉണ്ട്, അത് നിശ്ചയമാണ്. അതുകൊണ്ടാണ് പൗലോസ് ഫിലിപ്പി ലേഖനം 1-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, എപ്പോഴും നിങ്ങൾക്ക് വേണ്ടി സന്തോഷത്തോടെ ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നത്. എപ്പോഴും പ്രാർത്ഥിക്കുന്നതിൽ പൗലോസിന് ഒരു മടുപ്പും ഒരു ഇറിറ്റേഷനും അരോചകമായി തോന്നിയിട്ടേയില്ല. എപ്പോഴും പ്രാർത്ഥിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുന്നയാളായിരുന്നു പൗലോസ്. അവൻ ദൈവത്തോടു കൂടെ സമയം ചെലവഴിക്കുന്ന സമയങ്ങളാണല്ലോ പ്രാർത്ഥന എന്ന് പറയുന്നത്. അതൊരിക്കലും ഒരു ദൈവത്തിൻ്റെ പൈതലിനെ സംബന്ധിച്ചിടത്തോളം മടുപ്പുള്ള കാര്യമേ അല്ല, അത് സന്തോഷമുള്ള കാര്യമാണ്. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 73-ാം അധ്യായം 23-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, എപ്പോഴും ഞാൻ ദൈവത്തിൻ്റെ അടുക്കൽ ഇരിക്കുന്നു. ആ സഭ പറയുകയാണ്, ദൈവത്തിൻ്റെ അടുക്കൽ എപ്പോഴും ഞാൻ ഇരിക്കുകയാണ്. ഞാൻ മുമ്പേ ഓർപ്പിച്ചതുപോലെ അത് മടുപ്പുള്ള കാര്യമല്ല. ചില ആളുകൾക്ക് കൂട്ടായ്മ മടുപ്പാണ്. ചില ആളുകൾക്ക് തേസ്ഡേ വൈകിട്ട് കോട്ടേജ് മീറ്റിങ്ങിൽ വരുന്നു, വെള്ളിയാഴ്ച പകൽ ഫാസ്റ്റിംഗ് പ്രയറിന് വരുന്നു, ശനിയാഴ്ച സഭയിൽ ബൈബിൾ സ്റ്റഡിക്ക് വരുന്നു, ഞായറാഴ്ച ഉപവാസ പ്രാർത്ഥനയ്ക്ക് വരുന്നു, ട്യൂസ്ഡേയിൽ അവർ ലേഡീസ് മീറ്റിങ്ങിന് കടന്നു പോകുന്നു. ഇതിലെല്ലാം കടന്നു വന്നാലും അവർക്കൊരു മടുപ്പല്ല, കൂട്ടായ്മ ഒരു മടുപ്പല്ല. കാരണം അവർ ദൈവത്തിൻ്റെ അടുക്കൽ എപ്പോഴും ഇരിക്കുന്ന ആളുകളാണ്, ദൈവത്തോട് ചേർന്നിരിക്കുന്ന. യോഹന്നാൻ കർത്താവിൻ്റെ മാറവോട് ചേർന്നിരിക്കുന്നത് പോലെ മറിയ കർത്താവിൻ്റെ പാദപീഠത്തിൽ വചനം കേൾക്കുവാനും സങ്കടം പകരാനും വർഷിപ്പ് ചെയ്യാനും ഇരുന്നതുപോലെ കർത്താവിൻ്റെ അടുക്കലിരിക്കുന്ന എത്ര ഭാഗ്യകരമായ അവസ്ഥയാണ്. 5-ാമത്തെ ചിന്ത 71-ാം സങ്കീർത്തനം 3-ാം വാക്യമാണ്, ഞാൻ എപ്പോഴും വന്നു പാർക്കേണ്ടതിന് നീ എനിക്ക് ഉറപ്പുള്ള ഒരു പാറയായിരിക്കണമേ. എപ്പോഴും വന്നു പാർക്കാൻ ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു പാറയുണ്ട് കേട്ടോ. 121-ാം സങ്കീർത്തനം അവസാനിപ്പിക്കുന്നത്, ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണെങ്കിൽ ഇവിടെ എഴുതിയിരിക്കുന്നത് എപ്പോഴും വന്ന് വസിക്കേണ്ടതിന് വേണ്ടി എനിക്കൊരു പാറയുണ്ട്. ഒരു ദൈവത്തിൻ്റെ പൈതലിനെ സംബന്ധിച്ചിടത്തോളം 40-ാം സങ്കീർത്തനത്തിൽ ദൈവം അവനെ നിർത്തിയിരിക്കുന്നത് പാറയിലാണ്. ഒരു ദൈവത്തിൻ്റെ പൈതലിൻ്റെ വീടിനെ സംബന്ധിച്ചിടത്തോളം അത് പണിതിരിക്കുന്നത് ക്രിസ്തുവാകുന്ന പാറയിലാണ്. ഒരു ദൈവത്തിൻ്റെ പൈതലിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ സഭ പണിതിരിക്കുന്നതും ക്രിസ്തുവാകുന്ന പാറമേലാണ്. അതുകൊണ്ട് വ്യക്തികൾ നിൽക്കുന്നത് പാറയിൽ, കുടുംബം നിൽക്കുന്നത് പാറയിൽ, സഭയിൽ നിൽക്കുന്നത് പാറയിൽ. അതുകൊണ്ട് എപ്പോഴും വന്ന് പാർക്കേണ്ടതിന് നമുക്ക് ഉറപ്പുള്ള ഒരു പാറയുണ്ട്, അത് നമ്മുടെ കർത്താവായ യേശുവാണ്. 6-ാമത്തെ ചിന്ത ഇങ്ങനെയാണ്, ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുൻപിൽ വെച്ചിരിക്കുന്നു. അവിടുന്ന് എൻ്റെ വലത്തു ഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകയില്ല. ഒരു ഫോട്ടോ ഫ്രെയിം ചെയ്ത് വീടിൻ്റെ ഭിത്തിയിൽ തൂക്കിയിട്ട കാര്യമല്ല ഇവിടെ പറയുന്നത്. എപ്പോഴും യേശുവിൻ്റെത് എന്ന് പറയുന്ന ഒരു ഫോട്ടോ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നടക്കുന്ന കാര്യമല്ല പറയുന്നത്. പിന്നെ എങ്ങനെയാണെന്നറിയാമോ? ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കർത്താവിന് 1-ാം സ്ഥാനം കൊടുത്തുകൊണ്ട്, കർത്താവിന് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട്, കർത്താവിൻ്റെ വാക്കനുസരിച്ചുകൊണ്ട് ഇറങ്ങിത്തിരിക്കും ദൈവപൈതലിന് പറയാൻ കഴിയും, എപ്പോഴും എൻ്റെ മുൻപിൽ ഞാൻ കർത്താവ് വെച്ചിരിക്കുന്നു. അവർ രാവിലെ കടന്നു വരുമ്പോൾ ദുശകുനം കാണേണ്ട കാര്യമില്ല, അങ്ങനെ ഭയപ്പെടേണ്ട കാര്യമില്ല. എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ ആദ്യം കാണുന്നത് കർത്താവിൻ്റെ മുഖമാണ്. അതുകൊണ്ടല്ലേ 17-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ഞാനോ നീതിയിൽ നിന്റെ മുഖത്തെ കാണും, ഞാൻ ഉണരുമ്പോൾ നിന്റെ രൂപം കണ്ട് തൃപ്തനാകും. അവൻ ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴും അവൻ്റെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും അവൻ കർത്താവിനെ മുൻനിർത്തി ജീവിക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, ഞാൻ യഹോവയെ എല്ലായ്പ്പോഴും എൻ്റെ മുൻപിൽ വെച്ചിരിക്കുന്നു. ഒടുവിലത്തെ ചിന്ത ഇങ്ങനെയാണ്, 16-ാം സങ്കീർത്തനം 8-ാമത്തെ വാക്യത്തിലാണ് ദാവീദ് അങ്ങനെ പറയുന്നത്, ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുൻപിൽ വെച്ചിരിക്കുന്നു എന്ന്. 7-ാമത്തെ ചിന്ത അതും കൂടെ പറഞ്ഞ ശേഷം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. 1 തെസ്സലോനിക്ക ലേഖനം 5-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ പൗലോസ് ഇങ്ങനെ ഓർപ്പിക്കുകയാണ്, എല്ലാവരോടും എപ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിപ്പീൻ. എല്ലാവർക്കും വേണ്ടി എപ്പോഴും നന്മ ചെയ്യാൻ എപ്പോഴവസരം കിട്ടിയാലും ഒരു നന്മ ചെയ്യാൻ ദൈവമക്കൾ മറന്നു പോകരുത്. അതുകൊണ്ടല്ലേ ഗലാത്യ ലേഖനം 6-ാം അധ്യായം 9-10 വാക്യത്തിൽ പൗലോസ് ഇങ്ങനെ പറഞ്ഞത്, നന്മ ചെയ്യുകയിൽ നാം തളർന്നു പോകരുത്. തളർന്നു പോകാഞ്ഞാൽ നാം തക്ക സമയത്ത്
കൊയ്യും. നന്മ ചെയ്യുന്നതിൽ ദൈവമക്കൾ മടുത്തു പോകരുത് കേട്ടോ, തളർന്നു പോകരുത് കേട്ടോ. എപ്പോഴും എല്ലാവർക്കും വിശേഷാൽ നന്മ ചെയ്യാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. വിശ്വാസികൾക്ക് മാത്രമല്ല, നമ്മുടെ കൂടിവരവുകളിൽ ഉള്ളവർക്ക് മാത്രമല്ല, അകത്തുള്ളവർക്കും പുറത്തുള്ളവർക്കും. യോസഫിനെ കുറിച്ച് ഇങ്ങനെ എഴുതിയിരിക്കുന്നു, യോസഫ് ഫലപ്രദമായ ഒരു വൃക്ഷം, ആമേൻ, മതിലിന് പുറത്തേക്ക് വളർന്നു കിടക്കുന്ന ഒരു വൃക്ഷം തന്നെ എന്നെഴുതിയിരിക്കുന്ന പോലെ. എന്താണെന്നറിയാമോ അതിൻ്റെ അർത്ഥം? ഇതിൻ്റെ അകത്തുള്ളവർക്കും പുറത്തുള്ളവർക്കും ഒരുപോലെ അനുഭവിക്കാവുന്ന നിലയിൽ നശിച്ചു പോകുന്നവരുടെ ഇടയിലും രക്ഷിക്കപ്പെട്ടവരുടെ ഇടയിലും ഒരു സൗരഭ്യ വാസന എന്ന് പറയത്തക്ക നിലകളിൽ നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിപ്പാനും മറന്നു പോകരുത്. ഈ വക യാഗത്തിലല്ലോ ദൈവം പ്രസാദിക്കുന്നത് എന്നെഴുതിയിരിക്കുന്നത് പോലെ ദൈവമക്കൾ നന്മ ചെയ്യുന്നവരായി തീരുവാൻ, എപ്പോഴും നന്മ ചെയ്യുന്നവരായി തീരുവാൻ കർത്താവ് സഹായിക്കട്ടെ. ആമേൻ. ഈ 7 കാര്യങ്ങൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കാൻ കർത്താവ് നിങ്ങളെയും എന്നെയും സഹായിക്കട്ടെ. നമുക്കതിനു വേണ്ടി ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, നല്ല സമയത്തിനായി നന്ദിയോടെ സ്തോത്രം. വചനം കേട്ട എല്ലാവരെയും ഞാൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ കർത്താവ് തന്ന അധികാരം ഉപയോഗിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് പ്രാർത്ഥന കേൾക്കുന്നതിനായും സ്തോത്രം. യേശു ക്രിസ്തുവിൻ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവവചനം കേട്ട എല്ലാവരെയും കർത്താവ് സഹായിക്കട്ടെ. ആമേൻ. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അങ്ങനെ ചെയ്യുവാനും, ഷെയർ ചെയ്യാനും, നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യുവാനും ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു, ഓർമ്മിപ്പിക്കുന്നു, അപേക്ഷിക്കുന്നു. അപ്പോൾ തന്നെ ആമേൻ, ഒരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ ഏത് സമയത്തും നിങ്ങൾ വിളിച്ചാൽ ഞാനും എൻ്റെ ഗ്രൂപ്പിലുള്ളവരും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ. ഗോഡ് ബ്ലസ് യു.